ഹലോ ഗായ്സ്, വെനീസ് ഡേയ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേ ഗായ്സ്, ഞങ്ങൾ നല്ല എനർജറ്റിക്കോട് കൂടി പിറ്റേ ദിവസം ഇറങ്ങുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സ്വർഗത്തിൽ പോയ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളിന്ന് പോകാൻ പോകുന്നത് ആക്ച്വലി വടക്കേക്കോട്ടയിൽ നിന്ന് കലൂരിലേക്കാണ്. കലൂരിൽ നമ്മൾ പോകുന്ന ഐഡലി കഫേ, അതും ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പലരും പല പ്രൊനൗൺസിയേഷനാണ് പറയുന്നത്. സോ അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ ആദ്യമേ പോകുന്നത്. കൊച്ചി മെട്രോ നമുക്ക് വളരെയധികം സൗകര്യം ഒരുക്കിയ സമയങ്ങളായിരുന്നു ഇത്. കാരണം ഈ ട്രിപ്പിനിടയ്ക്ക് അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ മെട്രോ, കൊച്ചി മെട്രോയുടെ ഒരു ഉപകാരം തന്നെയാണ് കേട്ടോ. എവിടെയും തപ്പി നടക്കേണ്ടി വന്നില്ല, ഇറങ്ങേണ്ടി വന്നില്ല. എല്ലായിടത്തും നല്ല സൂപ്പറായിട്ട് നമുക്ക് പോയി വരാനുള്ള സൗകര്യമുണ്ട്. ഞങ്ങളിപ്പോൾ കലൂർ ഇറങ്ങി. കലൂർ സ്റ്റേഡിയം അല്ല, ആക്ച്വലി JNL സംതിങ് എന്തോ സ്റ്റേഡിയം എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞത്. ഞങ്ങൾ ആദ്യം കലൂർ ഇറങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അതല്ലെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ തിരിച്ച് ആ മെട്രോയിൽ തന്നെ കയറി. പിന്നെ ആ എമൗണ്ട് ബാലൻസ്, അതൊരു നല്ല പരിപാടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേഷൻ തൊട്ട് മുമ്പാണ്, നിങ്ങൾ തൊട്ട് പുറകിലുള്ള സ്റ്റേഷൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് ആ കൗണ്ടറിൽ പറഞ്ഞ് അവരത് അഡ്ജസ്റ്റ് ചെയ്ത് തരും. വെറുതെ വെളിയിൽ പോയിട്ട് വേറെ ടിക്കറ്റ് എടുത്ത് വീണ്ടും കയറേണ്ട ആവശ്യമില്ല. ഇവിടെ രാമേശ്വരം കഫേയുടെ റിസംബ്ലൻസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നോക്കാം. പക്ഷേ വേറൊരു കുഴപ്പമുണ്ട്, ഞാൻ രാമേശ്വരം കഫേ ഇതിൽ പോയിട്ടില്ല. സോ അവിടുത്തെ ടേസ്റ്റ് ഇവിടുത്തെ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീ പോയിട്ടുണ്ടോ? അപ്പോൾ ഒരു ലിസ്റ്റ് വെച്ചേക്കാം. ബാംഗ്ലൂരും പോകാം നമുക്ക്. അങ്ങനെ നമ്മൾ ഐഡലി കഫേയിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഞാനും സഞ്ജു എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഞങ്ങൾ സൗത്ത് ഓൾമോസ്റ്റ് എല്ലായിടവും അമ്പലങ്ങൾ ദർശിക്കാൻ പോയിട്ടുണ്ട്. ദർശനത്തിന് പോയിട്ടുണ്ട്. സോ ആ സമയത്ത് നമ്മൾ കൂടുതലും വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ് മാത്രമേ കഴിക്കത്തുള്ളൂ. ഞാൻ അമ്മയുടെ അച്ഛൻ്റെയും കൂടുതലും പൊതുവെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഞാൻ വെജിലേക്ക് കടക്കാറാണ് പതിവ്. സോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നെയ് റോസ്റ്റ്, മസാല ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി ഒക്കെ കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഭയങ്കര ഒരു മെൻ്റൽ പീസാണ്. അതിൻ്റെ മണവും അവിടുത്തെ ആ മസാലയുടെ മണവും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ഇവിടെ ഒത്തിരി അധികം വെറൈറ്റീസ് ഉണ്ടായിരുന്നു. നമുക്ക് ചൂസ് ചെയ്യാൻ തന്നെ പാടായിരുന്നു. ഇവിടുത്തെ കോഫിയൊക്കെ കണ്ടിട്ട് നല്ല ഒതൻറ്റിക് കോഫി. പണ്ട് എനിക്ക് ട്രിച്ചിയിൽ ദേവിച്ചേട്ടൻ്റെ, അതായത് എൻ്റെ ചേട്ടൻ്റെ കോളേജ് ട്രിച്ചിയിലായിരുന്നു. സോ വൺസ് നമ്മൾ അവിടെ വിസിറ്റ് ചെയ്യാൻ പോയ സമയത്ത് നമ്മൾ അവിടുന്ന് കുറച്ച് തമിഴ് ടച്ചുള്ള കുറച്ച് ഫുഡ് കഴിച്ചു. അന്ന് ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 5ലോ 6ലോ മറ്റോ, 5ആണോ 6ആണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. ആ സമയത്താണ് പഠിക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ അവിടുന്ന് കഴിച്ച രുചി ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. അപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ ചിലയിടത്തൊക്കെ പാളി പോകാറുണ്ട്, ചിലയിടത്ത് നമുക്കത് എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ഞാൻ 100% ഗ്യാരണ്ടിയോടുകൂടി നിങ്ങളെ പറഞ്ഞു വിടാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവൽ 100% ആയിരിക്കും. കാരണം ഇവിടുത്തെ ഡിഷ് ഒന്നിനൊന്നിനും മെച്ചാണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻസും വളരെ കൂടുതലാണ്. ഇവിടുത്തെ ദോശയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ദോശയ്ക്ക് വലിപ്പമില്ല, പക്ഷേ പുറമേ ഭയങ്കര ക്രിസ്പിയും അകമേ ഭയങ്കര സോഫ്റ്റുമായിരിക്കും. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിരുന്നത് പൊടി മസാല ദോശയും പൊടി ദോശയായിരുന്നു. ഐ എം എ ദോശ പേഴ്സൺ. എനിക്ക് ദോശയാണ് ഇഷ്ടം. പക്ഷേ നെയ് റോസ്റ്റാണ് ഞാൻ എവിടെ ചെന്നാലും കഴിക്കുന്നത്. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഈ ഒരു ട്രിപ്പിൽ വന്നിട്ട് എനിക്ക് മസാല ദോശകളോടും ഇച്ചിരി പ്രിയം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ ഞാൻ ഓരോന്നും ടേസ്റ്റ് ചെയ്യാണ്. ഇതിൻ്റെ കൂടെ തന്നെ അവർ കുറേ ചട്നികളും തരുന്നുണ്ട്. മുളക് ചട്നിയൊക്കെ തരുന്നത് വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ മുളക് ചട്നിയൊക്കെ കണ്ടിട്ടുള്ളൂ. മുളക് ചട്നി, അതുപോലെ തക്കാളി ചട്നി, വെള്ള ചട്നി. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ വെക്കുന്ന സാമ്പാറിന് ഭയങ്കര അഡിക്റ്റും, പക്ഷെ പുറത്ത് പോയാൽ സാമ്പാർ കഴിക്കാത്ത ഒരാളുമാണ്. പക്ഷേ സദ്യയിലെ സാമ്പാർ ഞാൻ പിന്നെയും കഴിക്കും. പക്ഷേ പൊതുവേ ഞാൻ ഹോട്ടൽസിലെ സാമ്പാറൊക്കെ ഒഴിവാക്കാറാണ് പതിവ്. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാലറിയാം ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പൊടി ദോശയാണെങ്കിലും മസാല ദോശയാണെങ്കിലും, മസാലയൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മുടെ നോർമൽ മസാല ദോശയുടെ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. വടയാണെങ്കിലും എനിക്ക് ചിലയിടത്തുണ്ട് വട ഭയങ്കര തിക്കായിരിക്കും.
പക്ഷേ അതിൻ്റെ ഉള്ളൊന്നും വെന്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അന്ന് തിക്നെസ് ഉണ്ടോയെന്ന് വെച്ചാൽ തിക്നെസ്സും ഉണ്ട്, വെന്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ വെന്തിട്ടുമുണ്ട്. പിന്നെ ഒത്തൻറ്റിക് കോഫി ലവർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്. അതുപോലെ സൂപ്പറായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അവിടെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനോ കാര്യമായിട്ട് നമ്മൾ ബ്രോഡ്വേ ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങി. അവിടുന്ന് കുറേ ദൂരം നടന്ന് നമുക്ക് കുറച്ച് എൻക്വയറീസ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. എനിക്കിങ്ങനത്തെ ആർട്സൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കൊരു കൃത്യമായ ഐഡിയ ഇല്ല. അതിനൊക്കെ കണിയാണ്. അവളുടെ ഐഡിയാസൊക്കെ വളരെ അടിപൊളിയാണ്. അവൾ റൂം ഡെക്കറേറ്റ് ചെയ്യുന്നതാണെങ്കിലും അവൾ ഒരു കാര്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൾക്കൊരു കൃത്യമായ ഐഡിയ ഉണ്ട്. അതവിടെ പ്ലേസ് ചെയ്യണം, എന്ത് ചെയ്യണം. ഒരു ആംഗ്ലോ ഇന്ത്യൻ ലേഡിയെ പോലെ നടന്ന് ഇവിടെ എനിക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അവളും ഞാനും ഒത്തിരി പ്രാവശ്യമൊന്നും വന്നിട്ടില്ല. എന്നാൽ പോലും അവൾ എനിക്കൊരു ആംഗ്ലോ ഇന്ത്യൻ ലേഡി ടച്ച് തരുന്ന രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിച്ച് എനിക്ക് നല്ല ചിരി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ കാണുന്നവരെന്താ വിചാരിക്കുക, ഓക്കെ എന്നെ ഇവിടെ വന്ന് ഇവിടെ എല്ലാം ഇവർക്ക് വർഷങ്ങളോളം പരിചയമുള്ളതുപോലെ കാണിക്കുക എന്നാണ് വിചാരിക്കുക. അങ്ങനെ അത്യാവശ്യം കടകളൊക്കെ കയറി ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് കുറച്ച് എൻക്വയറീസ് ഒക്കെ ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പതിയെ പോയത് മറൈൻ ഡ്രൈവിലേക്കാണ്. അവിടെ ഇരുന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.